എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇടുക്കി ജില്ലയിലെ നിരപ്പായ ഒരു പ്രദേശമാണ് വണ്ണപ്പുറം. ഇവിടെ വിൽപ്പനയ്ക്കുള്ള 12 സെൻറ്റ് സ്ഥലവും 2100 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമോട് കൂടിയ ഒരു വീടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്കടുത്ത് എറണാകുളം ജില്ലയ്ക്കും ഇടുക്കി ജില്ലയ്ക്കും അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ് വണ്ണപ്പുറം. ഇടുക്കി ജില്ലയിലുള്ള അപൂർവം നിരപ്പായ സ്ഥലങ്ങളിലൊന്നാണ് വണ്ണപ്പുറം. ഇവിടെ വിൽപ്പനയ്ക്കുള്ള ഒരു വീടും സ്ഥലവുമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വണ്ണപ്പുറത്തുള്ള പ്രധാന ടാർ റോഡിൽ നിന്നും ഏകദേശം 250 മീറ്റർ മാറിയാണ് ഈ കാണുന്ന പഞ്ചായത്ത് റോഡ് ഫ്രണ്ടായിട്ടാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്. 12 സെൻറ്റ് സ്ഥലത്ത് 2100 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമോടുകൂടി പണിതിരിക്കുന്ന വീടാണ്. അതിരുകളെല്ലാം കൃത്യമായി തിരിച്ച് വീടിന് ഫ്രണ്ടിലായിട്ട് ഗേറ്റ് വെച്ചിട്ടുണ്ട്. വീടിന് മുൻപിലുള്ള മുറ്റമെല്ലാം ടൈലിട്ട് ഭംഗിയാക്കിയിരിക്കുന്നു. പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് ഈ വീട് പണിതിരിക്കുന്നത്. വീടിന് ഫ്രണ്ടിലായിട്ട് ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. വറ്റാത്ത കിണർ വെള്ളമുള്ള വീടാണിത്. കിണറിനടുത്തായിട്ട് ഡ്രാഗൺ ഫ്രൂട്ടും മുന്തിരിയും കൃഷി ചെയ്തിരിക്കുന്നു. വലുതും ചെറുതുമായ നിരവധി വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാൻ സൗകര്യമുള്ള ഒരു മുറ്റമാണ്. പടിഞ്ഞാറ് വശത്തായിട്ടാണ് കാർ പോർച്ചിൻ്റെ സ്ഥാനം. ഏകദേശം സ്ക്വയർ ഷേപ്പിലാണ് ഈ ഭൂമി കിടക്കുന്നത്. പുറകുവശത്തായിട്ട് ഒരു ചെറിയൊരു മീൻകുളമാണ് ഈ കാണുന്നത്. വീടിന് പുറകിലുള്ള മുറ്റത്തിന് ചുറ്റുമായിട്ട് നിരവധി ഫലവൃക്ഷ തൈകൾ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഇരുമ്പൻ പുളി, മാവ്, പ്ലാവ്, റംബൂട്ടാൻ, മാങ്കോസ്റ്റിൻ, ഓറഞ്ച് മുതലായ നിരവധി ഫലവൃക്ഷ തൈകളാണ് വച്ചിട്ടുള്ളത്. നിരവധി മരങ്ങളുള്ളത് കാരണം ഈ ഭാഗത്ത് നല്ല തണുപ്പും തണലുമാണുള്ളത്. മരങ്ങളെയും കൃഷിയും ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപക്ഷെ ഈ പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ടേക്കാം. ടൈൽ വിരിച്ച മുറ്റത്ത് നിന്ന് കയറുന്നത് ഗ്രാനൈറ്റ് വിരിച്ച ചെറിയൊരു വരാന്തയിലേക്കാണ്. പ്രധാന ഡോർ തുറന്നെത്തുന്നത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസിലേക്കാണ്. ഈ ഭാഗത്തായിട്ട് കോർണർ സോഫയും മറ്റു സൗകര്യങ്ങളെല്ലാം ഉണ്ട്. വീടിൻ്റെ ഉൾഭാഗം പൊതുവെ എല്ലായിടത്തും ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വിട്രിഫൈഡ് ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കയറി വരുന്ന ലിവിങ് സ്പേസിനോട് ചേർന്ന് തന്നെയാണ് ആദ്യത്തെ ബെഡ്റൂം. അത്യാവശ്യം വളരെ സൗകര്യമുള്ള ഒരു ബെഡ്റൂമാണ്. ഒരു ഡബിൾ കോട്ട്, കട്ടിൽ, മേശ, കസേരയൊക്കെ ഇടുവാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ലിവിങ് സ്പേസിൽ നിന്ന് നമ്മൾ കയറി ചെല്ലുന്നത് വലിയൊരു ഡൈനിങ് ഹാളിലേക്കാണ്. ഡൈനിങ് ഹാളിൻ്റെ അങ്ങേ അറ്റത്തായിട്ടാണ് ഡൈനിങ് ടേബിളും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്കുള്ള സ്റ്റെയർ കേസിന് താഴെയായിട്ടാണ് ഒരു കോമൺ ബാത്റൂമും വാഷ് ബേസിനും ഉള്ളത്. വാഷ് ബേസിനോട് ചേർന്നുള്ള ഭിത്തിയിൽ ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. കിച്ചണോട് ചേർന്നാണ് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ സ്ഥാനം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് മൊത്തത്തിൽ 3 ബെഡ്റൂമുകളാണുള്ളത്. ഡൈനിങ് ഹാളിൻ്റെ സ്റ്റെയർ കേസിനോട് ചേർന്നാണ് മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ സ്ഥാനം. ഇതൊരു മാസ്റ്റർ ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ആണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമാണ്. റൂമിൻ്റെ ഒരു ഭാഗത്തായിട്ടുള്ള ഭിത്തിയിൽ ടെക്സ്ചർ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. വലിയ ഡബിൾ കോട്ട്, കട്ടിൽ, മേശ, കസേര എല്ലാം ഇടുവാൻ സൗകര്യമുള്ള ഒരു സ്പേസ് ഇതിനുണ്ട്. ഗ്യാസ് അടുപ്പിനും വിറകടുപ്പിനും സൗകര്യമുള്ള സെപ്പറേറ്റ് കിച്ചണുകളാണ് ഈ വീടിനുള്ളത്. ഇത് ഗ്യാസ് അടുപ്പിന് സൗകര്യമുള്ള കിച്ചണാണ്. നിരവധി സ്റ്റോറേജ് സ്പേസുകൾ ഈ കിച്ചണുണ്ട്. ഇതിൻ്റെ ടേബിൾ ടോപ്പ് ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കിച്ചണോട് ചേർന്ന് തന്നെയാണ് സ്റ്റോർ റൂമിൻ്റെ സ്ഥാനം. ഏറ്റവും പുറകിലായിട്ട് നീളത്തിലൊരു വരാന്തയും അതിൻ്റെ ഒരു ഭാഗത്തൊരു കോമൺ ബാത്റൂമും മറുഭാഗത്ത് വർക്ക് ഏരിയയുമായിട്ടാണ് ഉപയോഗിക്കുന്നത്.
കിച്ചൻ്റെ ഭാഗത്ത് നിന്നും വീടിന് പുറകുവശത്തേക്ക് തുറക്കുന്ന വാതിലുണ്ട്. ഈ ഭാഗത്തായിട്ട് തുണി അലക്കുന്നതിനും മറ്റുള്ള സൗകര്യങ്ങളെല്ലാം ഉള്ളത്. ഡൈനിങ് ഹാളിൻ്റെ ഒരു വശത്തുനിന്നുമാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് ആരംഭിക്കുന്നത്. ഇതിൻ്റെ സൈഡിലുള്ള ഭിത്തികളെല്ലാം ടെക്സ്ചർ വർക്കുകൾ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഈ വീടിൻ്റെ മുകളിലായിട്ട് 2 ബെഡ്റൂമുകളാണുള്ളത്. കൂടാതെ ഒരു ലിവിങ് സ്പേസ്, ഒരു ബാൽക്കണി, ഒരു കോമൺ ബാത്റൂം എന്നീ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഈ വീടിൻ്റെ 1.5 കിലോമീറ്റർ ചുറ്റളവിലായിട്ട് സ്കൂള്, ഹോസ്പിറ്റൽ, പെട്രോൾ പമ്പ്, നാഷണലൈസ്ഡ് ബാങ്കുകൾ, വിവിധ കടകൾ എന്നീ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് നിരവധി ബസ് സർവീസുകളുണ്ട്. മൂവാറ്റുപുഴയും തൊടുപുഴയുമാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഏറ്റവും അടുത്തുള്ള പട്ടണങ്ങൾ. തൊടുപുഴയിലും കോലഞ്ചേരിയിലുമാണ് മെഡിക്കൽ കോളേജ് ഉള്ളത്. ഈ പ്രോപ്പർട്ടിയിൽ നിന്നും തൊടുപുഴയ്ക്ക് 17 കിലോമീറ്ററും മൂവാറ്റുപുഴയ്ക്ക് 25 കിലോമീറ്ററും കോതമംഗലത്തിന് 22 കിലോമീറ്ററും കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 55 കിലോമീറ്ററും ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷനിലേക്ക് 53 കിലോമീറ്റർ ദൂരവുമാണുള്ളത്. വറ്റാത്ത കിണർവെള്ള സൗകര്യമുള്ള ഈ വീട്ടിൽ സോളാർ വാട്ടർ ഹീറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. 1 കിലോമീറ്റർ ചുറ്റളവിലായിട്ട് എല്ലാ മതസ്ഥരുടെയും ആരാധനാലയങ്ങളുണ്ട്. വെള്ളപ്പൊക്കം, മലയിടിച്ചൽ മുതലായ പ്രകൃതി ദുരന്തങ്ങളൊന്നും ബാധിക്കാത്ത ഒരു ഏരിയയാണിത്. അതുപോലെ തന്നെ വന്യമൃഗശല്യങ്ങൾ ഒന്നും ബാധിക്കാത്ത ഒരു പ്രദേശം കൂടിയാണിത്. 12 സെൻറ്റ് സ്ഥലത്തിനും 2 നിലയിലായിട്ട് 2100 സ്ക്വയർ ഫീറ്റിൽ പണിതിരിക്കുന്ന ഈ വീടിനും ചോദിക്കുന്ന വില 68 ലക്ഷം രൂപയാണ്. റേറ്റ് സ്ലൈറ്റ്ലി നെഗോഷ്യബിളാണ്. ഈ വീടും സ്ഥലവും കൂടാതെ കൂടുതൽ പ്രോപ്പർട്ടി ആവശ്യമുണ്ടെങ്കിൽ അതും നമ്മൾ ചെയ്തു തരുന്നതാണ്. ഈ വീഡിയോ കണ്ട് പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയിൽ ഓണറുടെ നമ്പറും ഞങ്ങളുടെ നമ്പറും കൊടുത്തിട്ടുണ്ട്. ഈ സ്ഥലം വിസിറ്റ് ചെയ്യുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായിട്ട് ഞങ്ങളെ ഡയറക്റ്റായിട്ട് വിളിക്കാവുന്നതാണ്. വ്യത്യസ്തമായ മറ്റ് പ്രോപ്പർട്ടികളെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലെ വ്യത്യസ്തമായ പ്രോപ്പർട്ടിയെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി 24 കേരള പ്രോപ്പർട്ടിയുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും സന്ദർശിക്കുക. നിങ്ങൾക്കും ഇതുപോലെ വിൽക്കുവാനുള്ള പ്രോപ്പർട്ടികളുണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് വീഡിയോ എടുത്ത് ഈ ചാനലിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുവാനായിട്ട് സഹായിക്കുന്നതാണ്. താല്പര്യമുള്ളവർക്ക് 9745137328 എന്ന നമ്പറിൽ വിളിക്കാം. ഞങ്ങളുടെ വാട്സപ്പ് നമ്പറും കൂടിയാണ്. വ്യത്യസ്തമായ പുതിയൊരു സ്ഥലത്തെ പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.